ഡൽഹിയിലെ സമരവിജയത്തിൽ കൊച്ചിയിലും വിജയാഘോഷം. റാപ്പർ വേഡിന്റെ നേതൃത്വത്തിൽ നടന്ന ആസാദി യാത്രയിൽ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയാണ് സമരത്തിന്റെ വിജയമെന്ന് വേടൻ പറഞ്ഞു. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ ബേസിക് ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഏറ്റവും വലിയ സ്കാമിനെതിരെ പോരാടിയിട്ട് വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ജനങ്ങളിലെ കൂടെ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ സമാധാനപരമായിട്ടുള്ള ഈ യാത്ര. പ്രതിഷേധ പരിപാടി നടത്തിയപ്പോൾ അതിനെതിരെ പോലീസ് കേസ് എടുക്കുന്നത് അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ ആൾ കൂടി, അപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്തു. അതിനാരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവസരവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇതിനെ മുതലെടുക്കാനൊക്കെ ശ്രമിക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയല്ലാതെ ഇത് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളുടെ മാത്രം സമരമാണ്. വിദ്യാർത്ഥികളുടെ മാത്രം ധൈര്യം കൊണ്ടാണ് ഈ സമരം വിജയിച്ചിരിക്കുന്നത്. ഷീന മാർട്ടിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീന, വേടൻ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ അദ്ദേഹവും, അതായത് സി ജെ പിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വേടനെതിരെയും ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു, കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഈ വിജയാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ് എന്ന് വേടൻ പറയുകയാണല്ലേ? ഈ രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചുകൊണ്ട് ആ സമരത്തിന്റെ വിജയത്തെ ഒരു ആഹ്ലാദ പ്രകടനം എന്ന നിലയ്ക്കാണ് എന്ന് വേടന്റെ ഒരു ആസാദി യാത്ര കൊച്ചിയിൽ നടന്നത്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യം 3 മണിക്ക് തന്നെയാണ് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഈ പരിപാടി ആരംഭിക്കുന്നത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു, അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ യാത്രയിലുടനീളം നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ഏറ്റവും പ്രധാനം എന്ന് പറയട്ടെ, സ്കൂൾ കുട്ടികൾ മുതൽ അങ്ങോട്ടേക്ക് യുവജനങ്ങൾ വരെ അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ്. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പരിപാടിയിൽ പങ്കെടുത്തു. ഈ പരിപാടി വന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഗാന്ധി സ്ക്വയറിലാണ്. തുടർന്ന് ഗാന്ധി സ്ക്വയറിലെത്തിയ പരിപാടി, അവിടെ എത്തിയതിനു ശേഷം ഈ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിച്ചത്. വേടൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഒരു യുവജന നൽകിയ ഒരു കരുത്ത്, അല്ലെങ്കിൽ നാളത്തെ തലമുറ, ഇന്നത്തെ തലമുറ നാളത്തേക്ക് വേണ്ടി നൽകിയ കരുത്താണ് ഈ സമര വിജയം എന്നുള്ളത്. അതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഈ ഒരു ഇന്ത്യയിൽ എങ്ങാടുമുള്ള ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ പങ്കുവെക്കുക കൂടിയായിരുന്നു വേടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭദ്ര.